ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ, ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം. വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് കഫേ. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. വലിയ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൊണ്ണൂറ്റിനാലിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയുടെ ലൊക്കേഷൻ കണ്ടത്. അതിനുശേഷം ഇന്ന് വരെ സഞ്ചരിച്ച യാത്രയിൽ സിനിമയിൽ നമുക്ക് തീർച്ചയായിട്ടും ആരാധന തോന്നുന്ന നടന്മാരോടാണ് അവരെക്കാൾ കൂടുതൽ ഞാൻ ഇടപഴകിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടായിട്ടുള്ളതും എന്നെ ഒരുപാട് സഹായിച്ചത് ടെഫ്ക എന്ന് പറയുന്ന ഈ സംഘടന. ഇതിനു മുമ്പ് വേറെ ആയിരുന്നു. അപ്പോൾ അതിലെല്ലാം ഉണ്ടാകുന്ന നിങ്ങളെല്ലാവരുമാണ്. എനിക്ക് എല്ലാവരും പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും ഒരു സിനിമയുടെ വിജയത്തിൻ്റെ പിന്നിൽ, സിനിമ വിജയിക്കുമ്പോൾ നടൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഡയറക്ടറുടെ പേരിൽ അറിയപ്പെടുമ്പോഴും അവർക്ക് താങ്ങായി ആ സിനിമയെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ ആ സിനിമയുടെ നെടും തൂണായി നിൽക്കുന്നത് ടെക്നീഷ്യൻസാണ്, അതിൽ വർക്ക് ചെയ്യുന്നവരാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ സ്പെഷ്യലായി പറയുന്നില്ല. അത്രയും അധ്വാനവും അത്രയും ശ്രദ്ധയും അത്രയും എന്താ പറയുക ആത്മാർപ്പണവും ചെയ്തുകൊണ്ട് വർക്ക് ചെയ്ത് ഒരുപാട് പേരെ പരിചയപ്പെടാനും ഇതിനും പറ്റിയിട്ടുണ്ട്. അത്തരം ഒരു കൂട്ടായ്മയിലേക്ക്, അവരുടെ ഒരു കൂട്ടായ്മയിലേക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എന്നെ വിളിച്ചതിലും ഒരുപാട് സന്തോഷം. ഈ പദ്ധതിക്ക് എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ സിനിമയ്ക്ക് വേണ്ടി അർപ്പണബോധത്തോട് വർക്ക് ചെയ്യുന്ന ടെഫ്കയിലെ എല്ലാവരെയും കുറിച്ചുള്ള ഒരു നേർക്കാഴ്ചയുടെ വീഡിയോയിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഈ സമയം ടെഫ്കയുടെ പ്രസിഡന്റും വർക്കിംഗ് സെക്രട്ടറിയും ട്രഷററും വേദിയിലുണ്ടാകണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. ഇവരെല്ലാവരും ചേർന്നാണ് ഈ ലോഗോ പ്രകാശിപ്പിക്കുന്നത്. മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് മലയാള സിനിമയുടെ കാരണവർ സ്ഥാനത്തിരിക്കുന്ന മധുസാറിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. വളരെ മനോഹരമായ ഉദ്ഘാടന ചടങ്ങാണ് ഞാൻ കണ്ടത്. പക്ഷെ പെട്ടെന്ന് വല്ലാത്തൊരു എന്താ പറയുക വികാരധീയനായി. കാര്യം അവിടെ വന്ന് വിളക്ക് കത്തിച്ച ആൾക്കാരെയൊക്കെ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. ഞാൻ ഏതാണ്ട് 45 വർഷമായി സിനിമയിലുള്ള ആളാണ്. ഏതാണ്ട് അത്രയും വർഷത്തോളമായി അറിയാവുന്ന ആൾക്കാരാണ്. അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ചു. അവരുമായിട്ട് എല്ലാം അറിയുന്നില്ലെങ്കിലും അവരുടെ കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള മലയാള സിനിമ ഒരു കുറേ കാലം, വലിയ കാലം നിരാശയിലായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ സിനിമയിൽ വരുന്നത്. ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് ഒരുപാട് സിനിമയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാൻ വിവരിക്കുമ്പോൾ ഇതിലൂടെ കടന്നു പോയിരിക്കുന്ന ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഞാൻ കണ്ടു. അവർക്കാർക്കും ഇത്തരത്തിലൊരു ഭാഗ്യമുണ്ടായിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും സംഘടനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചറിയാം. അപ്പോൾ ഒരുപാട് സംഘടനകൾ ഒന്നിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആ പ്രസ്ഥാനം ഇല്ലാത്തൊരു പ്രസ്ഥാനമാണ്.
അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരെ ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുന്നു. പണ്ട് മദ്രാസിലുള്ള സമയത്തൊന്നും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള പേയ്മെൻറ്റുകൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ സിനിമയിലെ പ്രധാന ജോലികൾ ചെയ്യാത്ത ആൾക്കാർക്കായിരിക്കും ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അവരെ സഹായിക്കാൻ ഞങ്ങൾക്കൊക്കെ കഴിയുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് സംഘടനകൾ. പലപ്പോഴും സംഘടനകളിൽ ചേരാൻ പലർക്കും വൈമുഖ്യം പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? പക്ഷെ അങ്ങനല്ല. കൃഷ്ണൻ ഈ പറഞ്ഞ പോലെ ഇത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ കൂടപ്പിറപ്പുകൾ, ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രട്ടേണിറ്റിക്ക് വേണ്ടിയാണ് ബോധം. ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനയിലെ ആൾക്കാരെ പറ്റി എനിക്കൊന്നും വരികില്ല അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് തോന്നുന്നത് ശരിയല്ല. ഏതായാലും വലിയൊരു പദ്ധതിക്കാണ് ഇന്നത്തെ തുടക്കം കുറിച്ചിരിക്കുന്ന ആരോഗ്യ സുരക്ഷ. മനുഷ്യന് ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊക്കെ ഇത്ര ആരോഗ്യമുള്ള സമയത്തോളം ജോലി ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ അങ്ങനെ വലിയ റിട്ടയർമെൻ്റ് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ടേഴ്സിനായാലും എല്ലാവർക്കും ആരോഗ്യമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതിൽ ചേരണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് ഇനിയും അതിൻ്റെ ഏറ്റവും മനോഹരമായ വാക്കുകളാണ് സമത്വം, സംഘബോധം, സമർപ്പണം. ഇത് വലിയ കാര്യമാണ്. എല്ലാ പ്രസ്ഥാനത്തിലും വേണ്ടതാണ്, എല്ലാ പ്രൊഫഷനിലും വേണ്ടതാണ്. അത്തരത്തിൽ ഏറ്റവും വലിയൊരു സംഘടനയായി ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഉൾപ്പെടെ സിദ്ദിഖ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഈ സംഘടന. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇത്തരം സംഘടന വേറെ ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അമ്മ എന്ന് പറയുന്ന സംഘടന നമ്മൾ വേറെ ഭാഷകളിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സംഘടനകളെക്കുറിച്ചും നമ്മുടെ സിനിമകളെക്കുറിച്ചും അവർക്കുള്ള മതിപ്പ്. നമ്മുടെ ഇടയിൽ പലർക്കുമില്ലെങ്കിലും മറ്റു ഭാഷയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ സിനിമയെക്കുറിച്ചും നമ്മുടെ സംഘടനയെക്കുറിച്ചും വലിയ മതിപ്പാണ്. ആ മതിപ്പ് കളയാതെ ഇനിയും വലിയ രീതിയിലേക്ക് നമ്മുടെ സംഘടനകൾ മാറട്ടെ. എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക. മഹത്തായ ഈ സംരംഭത്തിന് വലിയ ആശംസകൾ നേരുന്നു. കൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ സംഘടനയിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു സംഭാവനയായ ഒരു തുക ആരുടെയും ചികിത്സയ്ക്കായി ചിലവാക്കേണ്ട ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. എല്ലാവരും ആരോഗ്യത്തോടെ സുഖകരമായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമസ്കാരം. ഞാൻ കുറേ കാലമായി കേട്ടോ വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് പോയിട്ട്. കാരണം പണ്ട് ഷൂട്ടിങ്ങിന് സ്ഥിരമായിട്ട് എറണാകുളത്തേക്കും ട്രിവാൻഡ്രത്തേക്കും ഓരോ ഫ്ലൈറ്റേ ഉള്ളൂ. അത് രാവിലെ 5 മണിക്കാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിൽ മമ്മൂക്കയും കാണും, ഞാനും കാണും. ചെന്നൈയിൽ നിന്ന് മമ്മൂക്ക ചീത്ത പറഞ്ഞുകൊണ്ട് വരും. ഞാനാണ് ആ ഫ്ലൈറ്റിൻ്റെ ടൈമിങ് അങ്ങനെ ആക്കിയതുപോലെ തോന്നും എനിക്ക്. പക്ഷേ ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് ഇപ്പുറത്തോട്ട് ഞാൻ വെളുപ്പിന് എണീറ്റ് പോവാം. ബിപിയുടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് വെളുപ്പിനെ ചാടി എണീറ്റ് പണ്ടത്തെ പോലെ അങ്ങനെ പോകാൻ എനിക്ക് പറ്റാറില്ല. പക്ഷെ ഇന്ന് വെളുപ്പിനെ എണീറ്റാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് കിട്ടിയ ക്ഷണങ്ങളിൽ അടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ചടങ്ങിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞ് വന്നൊരു ചടങ്ങായിരുന്നു. എത്ര നേരത്തെ വേണമെങ്കിലും വന്നിവിടെ കുത്തിയിരിക്കാൻ എനിക്കൊരു മടിയുമില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ അന്നദാതാക്കൾ പ്രൊഡക്ഷൻ ഓഫീസേഴ്സിൻ്റെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പണ്ടൊന്നും ബ്രേക്കില്ല മലയാളത്തിൽ, 90% ഉണ്ടാവത്തില്ല. വിശന്നിരിക്കും. ലാലേട്ടനെ പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ലാസ്യരാമൻ്റെയൊക്കെ ഷൂട്ടിങ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയ്ക്ക് പല സീനുകൾ, ഇമോഷണലായിട്ടുള്ള സീനുകൾ എടുക്കുമ്പോൾ ലാലേട്ടാ ലാലേട്ട എനിക്ക് തല ഇറങ്ങി ഞാനിപ്പോൾ വീഴും. പതുക്കെ പ്രൊഡക്ഷനിലാളിനെ വിളിച്ചൊരു ക്യാരിയൊക്കെ ഒരു പാത്രത്തിനകത്ത് ചോറും പുളിശ്ശേരി മാങ്ങാക്കറി എല്ലാം കൂടിയിട്ട് ഇളക്കി ഒരു സ്പൂണിട്ട് കൊടുക്കാൻ പറയും. എന്നിട്ട് വളരെ ശുഷ്കാന്തിയോടുകൂടി വെയിലത്ത് നിൽക്കാതെ ഒരു കുട മറച്ച് ചെയ്ത് ക്യാമറ അസിസ്റ്റൻസ് ഒരു കുട തരും. അല്ലാതെ കസേരയും അങ്ങനെ കുടയൊന്നും ഇല്ല. അല്ലെങ്കിൽ 2-3 കാണും. ഇവിടെ ആരെങ്കിലും ഇരിക്കുക, ആർട്ടിസ്റ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ കല്ലിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറിയിരിക്കാം. അത് കൊണ്ടുവന്ന് തരും. അങ്ങോട്ട് ഒളിച്ച് നിന്ന് വേവേയും കഴിക്കുമായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്നത് 40 വർഷം അവർ വിളമ്പി തന്ന ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞൊരു സാധാരണ കാര്യമാണ്. അതുപോലെ ഇവിടുത്തെ സാരഥികൾ സിനിമയിലേക്ക് വരുന്ന ആദ്യത്തെ പാലം അവരാണ്.
വണ്ടി കയറി ഇരുന്ന ഉടനെ ഡയറക്ടറുടെ സ്വഭാവം എന്താ, ദേഷ്യമുള്ളതാണോ, അല്ല പ്രൊഡ്യൂസർ എങ്ങനെ, ഇതെല്ലാം ഒരുവിധം കാര്യങ്ങൾ നമുക്ക് ആ ഫീഡ്ബാക്ക് കിട്ടും. അങ്ങനെ ധൈര്യമായിട്ട് പോയി ലൊക്കേഷൻ ഇറങ്ങാം, വേഗം റെഡിയാവും എന്നുള്ളതാണ്. ഒരു ദിവസം ഇത്രയും സീൻ എടുക്കുന്ന ആളാണെന്നൊക്കെ പുതിയതായിട്ട് എനിക്ക് അറിയത്തില്ല. അന്നത്തെ ഡയറക്ടേഴ്സൊക്കെ അധ്യാപകരെ പോലെയാണ് നമ്മൾ കണ്ടിരുന്നത്. അത് തുടങ്ങി തിരിച്ച് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ടിക്കറ്റില്ലാതെ സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അങ്ങനെ കൊണ്ടുവന്നാക്കുന്നത് വരെ അവരാണ്. പിന്നെ പ്രൊഡക്ഷൻ ഓഫീസേഴ്സ് അവരും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മേക്കപ്പ് മാൻ തുടങ്ങിയ ശങ്കരേട്ടനെ പോലെയുള്ള എത്രയോ മേക്കപ്പ് മാൻമാർ. ആരെയും മറക്കാൻ പറ്റില്ല. പലരെയും എൻ്റെ ഗുരു സ്ഥാനത്ത് തന്നെ സങ്കല്പിക്കും, പല മേക്കപ്പ്മാരെയും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞാൻ ഇപ്പോഴും. എന്തായാലും ഇങ്ങനെ ഒരു സംഗമത്തിൽ എന്നെ ഓർമ്മിച്ച് വിളിച്ചതിന് ബഹുമാനപ്പെട്ട ഡി ഉണ്ണികൃഷ്ണനോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം വരേണ്ടത് ഇവിടെയാണ്. ഞാൻ അവരുടെയൊക്കെ ഇടയ്ക്ക് തന്നെയായിരുന്നു. കൂടുതൽ പറയേണ്ട കാര്യമില്ല, അവർക്കൊക്കെ എപ്പോഴും അറിയാം. അപ്പോൾ ഇവിടെ ഒന്ന് വരണം, ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് മനസ്സിൻ്റെ വലിയൊരു ആഗ്രഹം. അത് സാധിച്ചു. എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഒരിക്കൽ പോലും എൻ്റെ അടുത്തൊരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ആവശ്യപ്പെട്ടിട്ടേയില്ല ഉണ്ണികൃഷ്ണൻ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു സംഗതി തന്നാലായ ഒരു തുള്ളിക്കമ്പകൽ ഞാൻ തന്നേന് തന്നെ കേട്ടോ, തരുമായിരുന്നെന്ന് പറയുക. ഇനിയും അതുണ്ടാവും തീർച്ചയായിട്ടും. ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഇപ്പം ഞാൻ പോകാതായിട്ട് കുറേ കാലം അത്തരം ചടങ്ങുകളിൽ പലരും പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ പണ്ടൊന്നും അങ്ങനെ എനിക്കറിയത്തില്ല. പക്ഷേ ഇനി അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഫെഫ്കയിലെ തൊഴിലാളികൾക്ക് വേണ്ടി അത് ഞാൻ നിരസിക്കില്ല. അതിൽ നിന്ന് കിട്ടുന്ന വേതനം എന്തായാലും അത് ഞാനിവിടെ എത്തിക്കും. തീർച്ചയായിട്ടും എൻ്റെ ഉറപ്പ് പറയുന്നു. ഈ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടിയുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്, ഒരിക്കലും ആർക്കും അത് പ്രയോജനപ്പെടുത്താൻ ഇടവരാതെ ഇരിക്കട്ടെ, ആരും അസുഖബാധിതരായി കിടക്കാതിരിക്കട്ടെ. അധ്വാനിക്കുന്ന വിഭാഗമാണ്, അവർക്കൊരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ, അവരുടെ കുടുംബവും നല്ല രീതിയിൽ പോട്ടെ. എങ്കിലും ഈ ഫണ്ട് എക്കാലവും അവർക്ക് ഒരു വലിയ ആശ്വാസമാണ്. അതിന് ഇനിയും ധാരാളം ഫണ്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമസ്കാരം. ഇന്ത്യ കണ്ട ഏറ്റവും എന്ന സിനിമയിലൂടെ സംവിധായകനാവുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ശ്രീ പി ഉണ്ണികൃഷ്ണനോട് ചോദിച്ചു, എനിക്ക് മെമ്പർഷിപ്പ് തരുമോ എന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഡയറക്ടേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റ് ഞാനാണ്, ഒരു അപേക്ഷ എഴുതി തന്നാൽ അദ്ദേഹത്തിന് ഫിഫ്കയിലേക്ക് സംവിധായക യൂണിയനിലേക്ക് പ്രവേശനം അനുവദിക്കാം എന്ന് പറഞ്ഞു. നമുക്ക് കാണാം മോഹൻലാൽ എന്ന നടന വിസ്മയത്തിൻ്റെ സംവിധാന പ്രതിഭ ഒരു നോക്ക്. Lights, sound, camera, rolling and action. ഞാൻ ഭഗവാസ് ടിഗാമ തമ്പുരാന്റെ അപ്പോൾ സൂക്ഷിപ്പുകാരൻ. Excellent. One more please. Okay. ഫെഫ്ക എന്ന ട്രേഡ് യൂണിയനിലേക്ക്, സംവിധായക യൂണിയൻ എന്ന തൊഴിലാളി സംഘടനയിലേക്ക് സഹർഷം ശ്രീ മോഹൻലാലിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംഘടന ഏറ്റവും വിശിഷ്ടമായ ഒരു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഇത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇന്ന് മോഹൻലാലിനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ സിനിമയിലേക്ക് ആനയിച്ച ശ്രീ ഫാസിൽ, അദ്ദേഹം രാവിലെ 9 മണിക്ക് ഇവിടെ വന്നിരുന്നു. ഈ വിശിഷ്ട മുഹൂർത്തത്തിൽ മോഹൻലാലിനെ അംഗമായി ചേർക്കുന്ന കാർഡ് അദ്ദേഹത്തിന് കൈമാറേണ്ടിയിരുന്നത് ശ്രീ ഫാസിലാണ്. അദ്ദേഹത്തിന് ഒരു അസൗകര്യമുള്ളത് കൊണ്ട് ഇവിടെ തുടരാൻ കഴിഞ്ഞില്ല. ആ സിനിമയിൽ
അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ശ്രീ സിബി മലയിൽ, ഫെഫ്കയുടെ ബഹുമാന്യനായ ചെയർമാൻ, ഇന്ന് മോഹൻലാലിനെ നമ്മുടെ തൊഴിലാളി സംഘടനയിലേക്ക് അംഗത്വം നൽകി സ്വീകരിക്കും. ഒപ്പം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ GS വിജയൻ എന്നിവർ. നമസ്കാരം. ഇതൊരു ധന്യ മുഹൂർത്തമാണ്. ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എനിക്കും ലാലിനും മാത്രം അവകാശപ്പെടാവുന്ന, ലാൽ തന്നെയാണ് ഇപ്പോൾ എൻ്റെ അടുത്തത് പറഞ്ഞത്, ഇന്ന് കമലദളത്തിൻ്റെ 32ാം വാർഷികമാണ്. ഈ ചടങ്ങ് നിർവഹിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞിന് പിരിഞ്ഞ പൂക്കളുടെ സംവിധായകനായിരുന്ന വാസുരാണ്. അദ്ദേഹത്തിൻ്റെ അസൗകര്യം മൂലം അത് സാധിച്ചില്ല. ആദ്യ സിനിമയിൽ ലാലപ്പനെ അഭിനയിക്കാൻ എത്തുമ്പോൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത്, ഞാനാണ് ചാർട്ടിങ് ചെയ്തുകൊണ്ടിരുന്നത്, അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, ആദ്യത്തെ 2 ആഴ്ച എൻ്റെ സീനുകളൊന്നും എടുക്കരുത്, ഞാൻ എല്ലാവരുമായിട്ടും ഒന്ന് പരിചയത്തിലായിക്കോട്ടെ. പക്ഷെ ലാൽ എന്നും ലൊക്കേഷനിൽ വരും. വന്നു കഴിഞ്ഞാൽ ലാൽ ക്ലാപ്പ് മേടിക്കും, ക്ലാപ്പ് കാണിക്കും. അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ ജോലികളെല്ലാം ചെയ്തു തുടങ്ങി. അങ്ങനെ 2 ആഴ്ച അസിസ്റ്റൻ്റായ ഒരു ചരിത്രം കൂടി ലാലിനുണ്ട്. അസിസ്റ്റൻ്റായ ശേഷമാണ് ഇന്ന് ലാല് സംവിധായകൻ എന്ന ഈ ഒരു പട്ടത്തിലേക്ക് നടന്നു കയറുന്നത്. ഈ ശുഭമുഹൂർത്തത്തിൽ ആ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ബഹുമാന്യനായ സ്റ്റാൻലി ജോസ് സാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ, 4 ദശാബ്ദങ്ങളിലേറെയായി തുടരുന്ന അങ്ങയുടെ അഭിനയ സബരിയുടെ ഗരിമയെ ഒരാശംസാപത്രത്തിലെ 4 വരികളിൽ ഒതുക്കാൻ കഴിയില്ലല്ലോ. മോഹൻലാൽ എന്ന നടൻ മുൻ പാഠങ്ങളില്ലാത്ത, മുൻ മാതൃകകളില്ലാത്ത മൗലികതയാണ്. നിമിഷാർത്ഥത്തിൽ വൈകാരിക തീവ്രതയുടെ ഗിരിശൃംഗമായി ഉയർന്നു മാന്ത്രിക സ്പർശമുള്ള ദൃശ്യാനുഭവമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പെരുകട്ടെ പെരുമ. ഒരു കാര്യം കൂടി സാർ, ഒരു കാര്യം കൂടി. അങ്ങ് ഞങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ തോന്നിയൊരു കാര്യം, അങ്ങയുടെ ആരാധകരെ കണ്ടപ്പോൾ അങ്ങ് അവരോട് പറയുകയുണ്ടായി, എന്തെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ ഞാൻ മനസ്സിൽ പറയും, എനിക്കെൻ്റെ പിള്ളേരുള്ളതാണ്. ഞങ്ങളുടെ ഒരു ആഗ്രഹം, അങ്ങ് അമ്മയുടെ പ്രസിഡൻ്റാണ് എന്നറിയാം, അങ്ങയുടെ ഈ അഭിനയ ജീവിതത്തിലോ ഈ വ്യവസായത്തിലെ അങ്ങയുടെ സ്ഥാനത്തിലോ ഒരു പ്രതിസന്ധിയും ഉണ്ടാവാൻ ഒരു സാധ്യത പോലുമില്ല. എങ്കിൽ പോലും എന്തെങ്കിലും അങ്ങയ്ക്ക് മാനസികമായോ തൊഴിൽപരമായോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അങ്ങയ്ക്ക് പറയാൻ കഴിയണം, എനിക്കെൻ്റെ സംഘടനയുണ്ടടാ ഫെഫ്ക. വെൽക്കം. ഞങ്ങൾക്ക് മോഹൻലാലും ഉണ്ടല്ലോ എന്ന് രഞ്ജി പണിക്കർ പറയുന്നു. ചീഫ് മേക്കപ്പ് ടെക്നീഷ്യനായിട്ട് ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് വരാത്തത്, എന്തുകൊണ്ടാണ് ഹെയറിൻ്റെ കാർഡ് മാത്രം സ്ത്രീകൾക്ക് കൊടുക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിനൊരു ഉത്തരം ഫെഫ്ക എന്ന് നൽകുകയാണ്. ശ്രീമതി മിറ്റ MC.
എന്ന ചമയ കലാകാരിക്ക് ആദ്യമായി അംഗത്വം കൊടുത്തുകൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയൻ പുതുചരിത്രം കുറിക്കുന്നു. മിറ്റ MC വേദിയിലേക്ക് സ്വാഗതം. മിറ്റയ്ക്ക് അംഗത്വ കാർഡ് നൽകുന്നതിനായി മലയാളത്തിൻ്റെ പ്രിയ താരം ശ്രീ ഇന്ദ്രൻ സേട്ടനും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും മനോഹരമായ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ, ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട്. ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ ഒരുപാട് ചടങ്ങുകൾക്ക് തിരികൊടുക്കാനുള്ള ഭാഗ്യവും അത് കാണാനുള്ള ഭാഗ്യവും കണ്ടിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു തിരിതെളിയിക്കൽ ചടങ്ങ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം അത്രയേറെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അവരൊക്കെയാണ് റിയൽ ഹീറോസ് എന്ന് പറയും. ആ റിയൽ ഹീറോസിനെ മുന്നിലേക്ക് എത്തിച്ച ഇവിടുത്തെ സംഘടനയ്ക്ക്, FKക്ക് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേരെയാണ്. ഇന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ദിവസമാണ്. കാരണം ഇന്ന് വേൾഡ് തിയേറ്റർ ഡേ ആണ്. അതോ അറിഞ്ഞോ അറിയാതെയോ ഇന്ന് തന്നെ FK ഇങ്ങനെ ചരിത്രത്തിലൊരു മാർക്കിടും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ FK ഒരുപാട് സംഘടനകൾക്ക് മാതൃക ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് FKക്ക് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകൾ നേരുന്നു. നമ്മളുടെ അംഗം കൂടിയാണ് ശ്രീ ഇടവേള ബാബു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമസ്കാരം. FKയുടെ ആരംഭഘട്ടത്തിൽ തന്നെ ഞാനൊരു അംഗമാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയനിൽ വളരെ അഭിമാനപൂർവ്വം കരുതുന്ന ഒരാളാണ്. ആരോഗ്യ സുരക്ഷാ പദ്ധതി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അമ്മയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും ഇത്രയും മഹനീയമായ ഒരു ചടങ്ങിൽ ഇതിനൊരു ആശയം ഉണ്ടാവുകയും അത് ഭംഗിയാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് എളുപ്പമുള്ള കാര്യം. എല്ലാ ഭാവങ്ങളും തരുന്നു. FKക്കൊപ്പം അമ്മയുമുണ്ട്. താങ്ക് യു വെരി മച്ച്. രജിഷ. വേദിയിലിരിക്കുന്ന ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന എല്ലാ മഹനീയ വ്യക്തികൾക്കും നമസ്കാരം. ഉണ്ണിസാറ് വിളിച്ച ഏത് പരിപാടി എനിക്കറിയാതെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ആദ്യം തന്നെ ഉണ്ണിസാറിനോട് ബിഗ് സല്യൂട്ട്സ്. കാരണം പല ഭാഷകളിലായിട്ട് വർക്ക് ചെയ്യുമ്പോഴും എവിടെയും കാണാത്ത അത്ര യുണീക്കായിട്ടുള്ള, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അത് മലയാളം ഇൻഡസ്ട്രി പൊന്നും തിളക്കം പോലെ ഓരോരോ ഇൻഡസ്ട്രിക്കും വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ് വൈ വി ആർ ദി ബെസ്റ്റ് എന്നുള്ളത്. ഈ പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടെ ഇന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത് അനുരാഗ കരിക്കും വെള്ളം എന്ന എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയാണ്. അന്നും ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു എന്താണ് ഡ്രൈവിംഗ് സീറ്റിൽ കൂടെ ഒരു ലേഡി ഡ്രൈവർ ഇല്ലാത്തതെന്നാണ്. ഇന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നു, ലേഡി ഡ്രൈവേഴ്സ് വരുന്നു. കൺഗ്രാറ്റുലേഷൻസ് FK. ദിസ് ഇസ് വാട്ട് വി ആക്ച്വലി കോൾ ഇക്വാലിറ്റി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അധികമൊന്നും പറയുന്നില്ല. FKയുടെ ഒരു പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും തരും. ഇവിടെ ക്ഷണിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഒരിക്കലും
ചുറ്റുപാടുമുള്ള മറ്റ് മനുഷ്യരുടെ സപ്പോർട്ടും സഹായവും സ്നേഹവും ഒന്നുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് എഫ്ക പോലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ഞാൻ സിനിമയിൽ വരുന്നത് എൻ്റെ മാത്രം സ്വപ്നത്തിൽ ഊന്നിയാണ്. അത് ആലോചിച്ച് മാത്രമാണ് ഞാൻ സിനിമയിൽ ഇവിടെ വന്നത് അന്ന് മുതൽ എൻ്റെ ആ സ്വപ്നത്തിന് എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഇന്ന് ഈ ഫെഫ്ക ഡ്രൈവേഴ്സ് യൂണിയൻ നിർമ്മിച്ച് നൽകുന്ന ഈ പുതിയ വീട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ആ താക്കോൽദാനം നടത്താനായിട്ട് എന്നെ ക്ഷണിച്ചത് ഒരുപാട് നന്ദി. ആ വീട്ടിൽ സുഖമായും സന്തോഷമായും ഉറങ്ങാനും ഉണരാനും സന്തോഷത്തോടെ ഒരുപാട് സമയം ചെലവഴിക്കാനും കുടുംബത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തികച്ചും മാതൃകാപരമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നതും അതിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അത് മാതൃകാപരമാണ് എന്നുള്ള എൻ്റെ തോന്നൽ അറിയിക്കുകയും ചെയ്യണം എന്നാഗ്രഹമുണ്ടായിരുന്നു. വളരെ തരക്കേടില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബമാണെങ്കിൽ പോലും അവിടെ സംഭവിക്കാവുന്ന എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നാലാണ് നമ്മളെല്ലാം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ കണക്കൂട്ടലുകളും തെറ്റാനൊക്കെ സാധ്യത. അതുകൊണ്ട് തീർച്ചയായിട്ടും ആരോഗ്യ സുരക്ഷാ പദ്ധതി വളരെ പ്രസക്തമാണ്. ഇതുപോലുള്ള പുതിയ ഇനിഷ്യേറ്റീവ്സ് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മലയാള സിനിമയിലെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്ത് ആവശ്യത്തിനും ഫെഫ്കയുടെയും അതല്ല മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും എന്താവശ്യങ്ങൾക്ക് വേണ്ടെങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനുണ്ടായിരിക്കും എന്ന് ഇവിടെ വെച്ച് പറയുകയും ചെയ്യും. അടുത്തതായി ഗോപിനാഥന് ആശംസാപത്രം കൊടുക്കുവാനായി നിഖില വിമലിനെ ക്ഷണിക്കുന്നു. നന്ദി ടൊവിനോ തോമസ്. അടുത്തതായി ആശംസാ പത്രം നൽകാനായിട്ട് നിഖില വിമലിനെ ആദരവ് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ളൊരു മൊമെൻ്റാണിത്. കാരണം ഇത്രയധികം സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് എപ്പിക് മൊമെൻറ്റ്സിന് നമുക്കിന്ന് സാക്ഷ്യം വഹിക്കാൻ പറ്റിയിട്ടുണ്ട്. സ്ത്രീകൾ ഒരുപാട് പേരുടെ പ്രാതിനിധ്യം ഒക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് മേക്കപ്പ് യൂണിയനിലും ഡ്രൈവേഴ്സ് യൂണിയനിലും ഒക്കെ ഒരുപാട് സ്ത്രീകളുടെ പ്രസൻസ് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനിയും ഒരുപാട് സ്ത്രീകൾ ഈ മേഖലയിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കുമെന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു മൊമെൻ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 10ാമത്തെ ദിവസം ജോയിൻ ചെയ്ത സിനിമയാണ് മധുരത്തിൽ എനിക്ക് എൻ്റെ വണ്ടി ഓടിച്ചത് ഗോപിയായിട്ടാണ്. അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് കരയുന്നതും അല്ലെങ്കിൽ വിഷമിക്കുന്നതും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം, അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് അറിയാതെ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ എല്ലാ നന്ദിയും ഞാൻ ഫെഫ്കയ്ക്കും ഉണ്ണികൃഷ്ണൻ സാറിനും ഈ സംഘടനകൾ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നേരുന്നു. അതുമാത്രമല്ല, ഫെഫ്കയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും മെമ്പറായിട്ടില്ലാത്ത ആൾക്കാർ നിങ്ങളൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനിയും മെമ്പറായി വരണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. നമ്മുടെ രണ്ടു വാക്ക് സംസാരിക്കാൻ റോബിൻ ഷാഹിറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഇങ്ങനൊരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും. ഞാനെൻ്റെ ചെറുപ്പനാൾ മുതൽ 17 വയസ്സ് തൊട്ട് കാണുന്ന എൻ്റെ ഗുരുക്കന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും സുഹൃത്തുക്കളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയത് വളരെ സന്തോഷമാണ്. ഞാൻ ഫെഫ്കയുടെ ആദ്യ സമയം തൊട്ട് തന്നെ സിദ്ദിഖ് സാറിനോട് അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ സമയം തൊട്ട് തന്നെ ഫെഫ്കയുടെ തുടക്കകാലം മുതൽ തന്നെ ഞാൻ ഫെഫ്കയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ മെമ്പറാണ്. ഇപ്പോൾ ഡയറക്ടേഴ്സ് യൂണിയനിലുണ്ട്. ഇനിയും
അങ്ങോട്ടും മുന്നോട്ടും നിങ്ങളുടെ എല്ലാ സമയത്തും കൂടെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല ചടങ്ങുകൾ ഇനിയും വരുത്തിയതുണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.